എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? 1 2 3 4. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യം തന്നെ മാതാവിനോടും മാപ്പ് ചോദിക്കുകയാണ്. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? ഞാനിപ്പോൾ +1 സയൻസ് ബാച്ച്. കഴിഞ്ഞ വർഷം ഞാൻ SLC സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ പിന്നോക്കമായിരുന്നു. സ്വാഭാവികം. എന്നാലും പരീക്ഷ അടുത്തുകൊണ്ടിരുന്നതോടെ എൻ്റെ പേടിയും വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണമെന്ന് വിചാരിച്ച് ഒരുവിധം നന്നായി പഠിക്കാൻ തുടങ്ങി. അതുവരെ നല്ല ഉഴപ്പായിരുന്നു. അപ്പോൾ പഠിക്കാൻ തുടങ്ങി, പരീക്ഷയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങുന്നപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ തന്നെ എന്നെ മർദ്ദിച്ച്, 3 പേര് ചേർന്ന് എന്നെ മർദ്ദിച്ച്. ഞാൻ പെട്ടെന്ന് ആശുപത്രിയിലായപ്പോൾ HM ചോദിച്ചു, അവരോട് ചോദിച്ച് എന്നെ മർദ്ദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്നെ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഭയങ്കരം തന്നെ. ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബവും ജോസഫച്ചനെ ഒന്ന് കാണുകയുണ്ടായി. ജോസഫച്ചൻ പറഞ്ഞ് ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ്, ഈ കാശുരൂപം വെച്ച് നീ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷ എഴുതിയാൽ മതി. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. പിന്നെ നിന്നെ ഉപദ്രവിച്ചവരോട് നീയോ പകരം ചോദിക്കൊന്നും വേണ്ട, നിന്നെ ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞവരോട്. ഉടനെ തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇവിടെ വന്ന് തപസ് ധ്യാനം കൂടാൻ പറയുകയും ചെയ്തു. ഇവിടെ വന്ന് തപസ് ധ്യാനം കൂടി പോയി പരീക്ഷ എഴുതി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പരീക്ഷ എഴുതിയതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 8A+ഉം 2A ഉണ്ടായിരുന്നു. പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. ഇല്ലെങ്കിലും ഒരിക്കലും എനിക്കത് മേടിക്കാൻ പറ്റില്ലായിരുന്നു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്നായിട്ട് കരങ്ങൾ അടിച്ച്